അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ബാത്ത യൂസുഫ് അലൈഹിസ്സലാം നായിമൻ എന്നുള്ള പാഠമാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് അല്ലേ. ഈ പാഠത്തിൽ എന്താണ് പറയുന്നത് എന്നുള്ളത് ഇന്നലെ നമ്മൾ കൃത്യമായിട്ടിവിടെ പറഞ്ഞു അല്ലേ. ഈ കാര്യങ്ങളാണ് പറയുന്നത്. അത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇല്ലെങ്കിൽ ഇന്നലത്തെ വീഡിയോ ഒന്നുകൂടി കാണാം. കഴിഞ്ഞ പാഠത്തിൽ എന്താണെന്ന് പറഞ്ഞിട്ടുള്ളതും നമ്മൾ ഇന്നലെ ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതും മനസ്സിലാക്കി വെക്കുക കേട്ടോ. ആ രണ്ട് പാഠങ്ങളിൽ നിന്നുള്ള കാര്യങ്ങളാണ് നമ്മുടെ തദ്രീബാത്തിലുള്ളത്. അപ്പോൾ രണ്ട് പാഠങ്ങളും മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ നമ്മൾ തദ്രീബാത്തിൻ്റെ ഭാഗത്തേക്ക് പോവുകയാണ്. അതിൻ്റെ മുമ്പ് ഇവിടെ ജസ്റ്റ് ഒന്നല്ല നമ്മൾ പറഞ്ഞിരുന്നു, പക്ഷേ നമ്മൾ വളരെ സിമ്പിളാക്കി പറഞ്ഞത് കൊണ്ട് പറഞ്ഞു പോയൊരു ഭാഗമാണ്. അതൊന്ന് ജസ്റ്റ് ഒന്നുകൂടി പറയാം. നമ്മളിവിടെ ബൈത്ത് പറഞ്ഞപ്പോൾ ലിക്കാന ബാത്ത സ്വാറ അംസ ലൈസല്ലൽ മാദാമ അക്സു മാലി ഇന്ന മിൻ അമൽ അല്ലേ. ഈ കാര്യം നമ്മൾ ഇന്നലെ പറഞ്ഞതാണ് കേട്ടോ. എന്താണപ്പം കാന ബാത്ത സ്വാറ ഹംസ ലൈസ ലല്ല മാദാമ ഇവയ്ക്കൊക്കെ എന്തുണ്ട്? ഇന്നൻ്റെ എതിരായിട്ടുള്ള ഒരു അമലുണ്ട് എന്നുള്ളതാണ് പറഞ്ഞത് കേട്ടോ. അതുപോലെ ഹംസ അൽഹ ബരിഹ ഇംഫക്ക ഫത്തിഹ സാല ഇതിനും അതേ നിയമങ്ങളുണ്ട്. അപ്പോൾ ഇതിന് ഈ നമ്മൾ വിശദീകരിച്ചിട്ടുണ്ടായിരുന്നില്ല. അതിങ്ങനെ നമ്മളെ വിശദീകരണമായിട്ട് അങ്ങനെ പഠിക്കേണ്ട. ഇതിൻ്റെ എന്താണ് അവിടെ പറഞ്ഞത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ മതി. ബി നഹ്വി നഫി ദിൽ അർബഅത്തി അവസാനം പറഞ്ഞ നാലുണ്ടല്ലോ, ഈ സാല ഫത്തിഹ ഫക്ക മാസാല മാബരിഹ അല്ല, ഇതും ഈ അവസാനം പറഞ്ഞ നാലെണ്ണത്തിൻ്റെ മുമ്പ് എന്തുണ്ടാവും? നഫി ഉണ്ടാവും എന്നാണ് പറഞ്ഞത്. അതായത് ഈ രൂപത്തിൽ മാ ഫത്തിഹ മാബരിഹ മംഫക്ക മദാമ ഈ രൂപത്തിൽ അതിൻ്റെ മുമ്പ് ഒരു നഫീൻ്റെ സാധനം വരും എന്നാണ് കേട്ടോ. അങ്ങനെ ഉപയോഗിക്കുക എന്നുള്ളതാണ് പറഞ്ഞു കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി എന്താണ് ഈ ബൈത്തിൽ പറഞ്ഞതെന്നുള്ളത്. ബൈത്ത് അതേ രൂപത്തിൽ കാണാതെ പഠിക്കുകയാണ് വേണ്ടത്. അത് പൂരിപ്പിക്കാനൊക്കെ ആയിരിക്കും നമുക്ക് ചോദ്യത്തിൽ വരിക കേട്ടോ. ഇൻഷാ അല്ലാഹ് നമുക്ക് എന്ത് ചെയ്യുക, എന്താണ് തദ്രീബാത്തിൻ്റെ ഭാഗത്ത് എന്ത് പറയുന്നു എന്നുള്ളത് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. അപ്പോൾ നമ്മളെന്താണ് നിയമം പഠിച്ചല്ലോ കഴിഞ്ഞ പാഠത്തിൽ. ഇന്ന വാ ഖവാത്തുഹ അതൊരു ഇസ്മിൻ്റെയും ഖബറിൻ്റെയും മുന്നേ വന്നാൽ എന്തുണ്ടാവും എന്നുള്ളത് കഴിഞ്ഞ പാഠത്തിൽ നമ്മൾ പഠിച്ചു. ഈ പാഠത്തിൽ കാന വാ ഖവാത്തുഹ ഇസ്മിൻ്റെയും ഖബറിൻ്റെയും മുന്നേ വന്നാൽ എന്തുണ്ടാവും എന്നുള്ളതാണ് പഠിച്ചത്. അപ്പോൾ കാന വാ ഖവാത്ത് വരുന്നതിന് ഉദാഹരണമാണ് ഇവിടെ പറയുന്നത് കേട്ടോ. നമുക്ക് നോക്കാം എന്താണ്. അല്ലാഹു റഹീമുൻ ഒരു എന്താണ് ഇസ്മും മുബ്തദയും ഖബറും കേട്ടോ. മുബ്തദയും ഖബറും വന്നതാണ്. അല്ലാഹു റഹീമുൻ അല്ലാഹു റഹീമുൻ അല്ലാഹു റഹീമുൻ എന്നതിൻ്റെ ഒരു മുന്നേ ഒരു കാന എന്ന് വന്നാൽ, കാന എന്നുള്ളത് വരികയാണെങ്കിൽ എന്തുണ്ടാവും? കാന. അപ്പോൾ എന്താവും? കാനല്ലാഹു റഹീമൻ എന്നാവും. അതാണ് ഉള്ളത്. ഇവിടെ അള്ളാഹു എന്നുണ്ടായിരുന്നത് അത് അള്ളാഹു തന്നെ. കാന വന്നാലും അള്ളാഹു തന്നെ ഉണ്ടാവുക. റഹീമുൻ എന്നുണ്ടായിരുന്നത് റഹീമൻ എന്നാവും കേട്ടോ. ഇവിടെ എത്തിയപ്പോൾ റഹീമൻ എന്നായി. എന്താണ് കാനല്ലാഹു റഹീമൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൻ്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹു റഹീമൻ എന്നാൽ അള്ളാഹു കാരുണ്യവാനാണ്. കാനല്ലാഹു പറഞ്ഞാൽ അള്ളാഹു കാരുണ്യവാനായി എന്നൊരായി എന്നുള്ളൊരർത്ഥമാണ് ഉണ്ടാവുക. കാന അസ്ബഹ സ്വാറ അൽഹ ലല്ല ബാത്ത ഹംസ അതിനൊക്കെ ഏകദേശം ഒരായി എന്നുള്ള അർത്ഥം തന്നെ ഉണ്ടാവും കേട്ടോ. അടുത്തത് എന്താണ്? അൽ വലതു ഖാരിഉൻ അൽ വലതു ഖാരിഉൻ എന്താണ്? കുട്ടി വായിക്കുന്നവനാണ്, കുട്ടി വായിക്കുന്ന ആളാണ്. അപ്പോൾ അതിൻ്റെ മുമ്പ് അസ്ബഹ എന്ന് കയറി വന്നാൽ എന്തുണ്ടാവും? അസ്ബഹൽ വലതു എന്നുണ്ടാവും. വലതു ഇവിടെ വലതു തന്നെയാണ്, ഇവിടെയും വലതു തന്നെയാണ്. അത് കുഴപ്പമില്ല. ഇവിടെ മുബ്തദക്ക് റഫ് എന്നുള്ളവർക്കാണ് ഇവിടെ റഫ് കിട്ടിയത്. ഇവിടെ ഈ അസ്ബഹ എന്നുള്ളത് കൊണ്ടാണ് ഇവിടെ റഫ് കിട്ടിയത്. ഇവിടെ ഖാരി അൻ എന്നുണ്ട്, ഖാരി അൻ എന്നാണ്. ഇവിടെ ഖാരി ഉൻ ഉണ്ടായിരുന്നത്. ഖാരി എന്നുള്ള ഇവിടെ ഖബറിന് റഫ് ആണ്, അതുകൊണ്ടാണ് ഇവിടെ എന്തത് റഫ് ആയിട്ട് വന്നത്. ഇവിടെ അസ്ബഹ വന്നതുകൊണ്ട് ഇവിടെ ഖാരി അൻ എന്നായിട്ടോ. ഇനി അടുത്ത ഉദാഹരണം അസ്സഈമു വസീറുൻ. സഈം എന്താണ്? വസീർ മന്ത്രിയാണ്. സഈം എന്താണ്? മന്ത്രിയാണ്. അപ്പം അത് സ്വാറ സഈമു വസീറൻ എന്നാവും അല്ലേ. വ്യത്യാസം മനസ്സിലായില്ലേ? ഇവിടെ സഈമു എന്ന് ഉണ്ടാവും, ഇവിടെ വസീറൻ എന്നുണ്ടാവും. ആ ഒരു വ്യത്യാസമാണ് ഇതിൽ മനസ്സിലാക്കാനുള്ളത് കേട്ടോ. അപ്പോൾ എന്താണ്? കുട്ടി പ്രഭാതത്തിൽ വായിക്കുന്നവൻ ആയി കേട്ടോ. അസ്ബഹൽ വലുതു. സഈം മന്ത്രിയായിത്തീർന്നു. സഈം എന്തായി? മന്ത്രിയായി, സ്വാറനായിത്തീർന്നു. അസ്ബഹ എന്ന് പറഞ്ഞാൽ ആയി, അതുപോലെ തന്നെ പ്രഭാതത്തിലായി എന്നുള്ള അർത്ഥമൊക്കെ ഉണ്ട് കേട്ടോ. അതാണ് കുട്ടി പ്രഭാതത്തിൽ വായിക്കുന്നവനായി എന്ന് പറഞ്ഞു കേട്ടോ. ഇനി അടുത്തത് എന്താണ്? അത്വാലിബു ദാരിസുൻ എന്താണ്? വിദ്യാർത്ഥി പഠിക്കുന്നവനാണ്.
അത്വാലിബു ദാരിസുൻ എന്നുള്ളത്. അൽഹ ത്വാലിബു ദാരിസൻ എന്നുണ്ടാവും. ദാരിസൻ എന്നാവും. ദാരിസൻ. അൽഹ ത്വാലിബു ദാരിസൻ കേട്ടോ. അതെന്താണ് ആ വ്യത്യാസം വരിക എന്നുള്ളത് ജസ്റ്റ് മനസ്സിലാക്കിക്കലാണ് ഇവിടെ പ്രധാനപ്പെട്ട കാര്യം കേട്ടോ. ഇവിടെ എന്തെയും ഇവിടെ താലിബു എന്ന് ഉണ്ടാവുക, ഇവിടെ എന്തെയും ദാരിസൻ എന്ന് വരും. ഈ കാര്യം മനസ്സിലാക്കി വെക്കുക എന്നുള്ളതാണ് ഈ പാഠത്തിൽ പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത്. അടുത്തത് അപ്പോൾ എന്താവും വിദ്യാർത്ഥി ലുഹ സമയത്ത് പഠിക്കുന്നവനായി. ലുഹ എന്ന് പറഞ്ഞാൽ ആയി തന്നെയാണ്, പക്ഷേ ഏത് സമയം? ലുഹ എന്ന സമയം ഉണ്ടല്ലോ, നമ്മൾ ലുഹ നിസ്കരിക്കുന്ന സമയം. ആ ഒരു സമയത്തിൻ്റെ ആ സമയത്ത് അവിടെ കുറിച്ചാണ് ലുഹ എന്ന് പറയാറുള്ളത്. പിന്നെ അടുത്തത് ആമിലു മുജിദ്ദുൻ, ജോലിക്കാരൻ പരിശ്രമിക്കുന്നവനാണ്. ജോലിക്കാരൻ എന്താണ്? പരിശ്രമിക്കുന്ന ആളാണ്. ആമിലു എന്നുള്ളത് മുജിദ്ദുൻ എന്നുള്ളത്. അതിൻ്റെ മുകളിൽ ആദ്യത്തിൽ ലല്ല വന്നാൽ ലല്ലൽ ആമിലു മുജിദ്ദൻ എന്നാവും കേട്ടോ. ലല്ലൽ ആമിലു എന്നുള്ളത് വളരെ ആമിലു തന്നെ ഉണ്ടാവുക, മുജിദ്ദൻ എന്നാവും കേട്ടോ. അപ്പോൾ അർത്ഥത്തിൽ എന്ത് വ്യത്യാസം ഉണ്ടാവും? ജോലിക്കാരൻ പരിശ്രമിക്കുന്നവനായി എന്നുള്ള അർത്ഥം ഉണ്ടാവും കേട്ടോ. ഒരായി എന്നുള്ള അർത്ഥമാണ് ഏകദേശം അവിടെയൊക്കെ ഉണ്ടാവുക ഇൻഷാ അല്ലാഹ്. ഇനി അടുത്ത ഉദാഹരണം എന്താണ്? അസ്വബിയു ലായിബുൻ, കുട്ടി കളിക്കുന്നവനാണ്. അംസസ്വബിയു ലായിബൻ, അംസസ്വബിയു ലായിബൻ, കുട്ടി വൈകുന്നേരം കളിക്കുന്നവനായി. അംസ എന്ന് പറഞ്ഞാൽ ഒരു വൈകുന്നേരം ആയിനാണ് പറയാം. അപ്പം അംസസ്വബിയു ലായിബൻ, ഇവിടെ എന്ത് ചെയ്തു? സ്വബിയു എന്ന് തന്നെ ഉള്ളത് ലായിബൻ എന്നായി കേട്ടോ. ആ ഒരു വ്യത്യാസം വരും എന്നുള്ളതാണ് കേട്ടോ. പിന്നെ അത്തിഫിലു നായിമുൻ, കുട്ടി ഉറങ്ങുന്നവനാണ്. അതിൻ്റെ മുകളിൽ ഇത് ബാത്തത്തിഫിലു നായിമൻ, കുട്ടി രാത്രി ഉറങ്ങുന്നവനായി. രാത്രി ഉറങ്ങുന്ന തിഫിലു എന്നാണുള്ളത്, നായിമൻ എന്നാണുള്ളത് കേട്ടോ. അപ്പം അസ്ബഹ എന്ന് പറഞ്ഞാൽ എന്താ? രാവിലെ ആയി എന്നുള്ള ആവണേനാണ് പറയുക. പിന്നെ അൽഹ എന്ന് പറഞ്ഞാൽ ലുഹ സമയത്ത് ആവണേനാണ് പറയുക. അംസ എന്ന് പറഞ്ഞാൽ വൈകുന്നേരം ആവണേനാണ് പറയുക. ബാത്ത എന്ന് പറഞ്ഞാൽ രാത്രി. നമ്മൾ ഇതിലൊക്കെ പറയില്ലേ, നമ്മൾ മുസ്ദലിഫയിൽ രാപ്പാർക്കുക എന്നൊക്കെ പറയാറില്ലേ, അവിടെയൊക്കെ പേര് ബാത്ത എന്നാണ് അറബിയിൽ പ്രയോഗിക്കുക കേട്ടോ. അപ്പം ആ കാര്യങ്ങളൊക്കെ ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. ഈ ഉദാഹരണങ്ങളും അതിൻ്റെ അർത്ഥവും പഠിക്കണം കേട്ടോ. അതിന് വേണ്ടിയാണ് ഇവിടെ ഉദാഹരണങ്ങളും അതിൻ്റെ അർത്ഥമൊക്കെ ഇങ്ങനെ കൊള്ളിച്ചുകൊണ്ട് ഇവിടെ ഈ ഒരു ഇത് നമ്മൾ ഒരു സ്ലൈഡ് നമ്മൾ ഉണ്ടാക്കി. എന്തിനാണെന്ന് വെച്ചാൽ ഈ ഉദാഹരണങ്ങളും അർത്ഥമാണ് പരീക്ഷയ്ക്ക് കാര്യമായിട്ട് വരിക. അപ്പോൾ അത് അതേ രൂപത്തിൽ നിങ്ങൾ മനസ്സിലാക്കി വെക്കണം കേട്ടോ. ഇന്നത് അൽ മത്തറു നാസിലുൻ, മഴ വർഷിക്കുന്നതാണ്. മഴ ഇങ്ങനെ വർഷിച്ചുകൊണ്ടിരിക്കുന്ന സാധനമാണ്. മാതാമൽ മത്തറു നാസിലൻ, മാതാമൽ മത്തറു നാസിലൻ എന്ന് പറഞ്ഞാൽ മഴ വർഷിച്ചു കൊണ്ടേയിരിക്കുന്നു കേട്ടോ. മഴ വർഷിച്ചു കൊണ്ടേയിരിക്കുന്നു. അപ്പം മാതാമ പറഞ്ഞാൽ ആയിക്കൊണ്ടേയിരിക്കുക എന്നുള്ള അർത്ഥമാണ് വരിക. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ മത്തറു എന്നാണ് വേണ്ടത്, ഇവിടെ നാസിലൻ എന്നാണ് വേണ്ടത് കേട്ടോ. നാസിലൻ എന്നാണ് ലാസ്റ്റ് ഉണ്ടാവുക. ആ കാര്യമാണ് മനസ്സിലാക്കേണ്ടത്. അടുത്തത് അൽ ഖനിയു ഫരിഹൻ, ധനികൻ സന്തോഷിക്കുന്നവനാണ്. അപ്പം ലൈസൽ ഖനിയു ഫരിഹൻ, ധനികൻ സന്തോഷിക്കുന്നവനല്ല. അപ്പോൾ എന്താണ് ഈ ലൈസ എന്ന് പറഞ്ഞാൽ? അല്ല എന്നുള്ള അർത്ഥം ഉണ്ടാവട്ടെ, അല്ല എന്നുള്ള അർത്ഥം ഉണ്ടാവുക. അൽ ഖനിയു ഫരിഹൻ, ഈ വ്യത്യാസം വരും എന്നുള്ളതാണ് കേട്ടോ. അപ്പം ഒരു ഇസ്മിൻ്റെയും ഖബറിൻ്റെയും തുടക്കത്തിൽ കാന വാഹവാത്ത് വന്നാൽ, അപ്പോൾ കാന വാഹവാത്ത് ഏതൊക്കെയാണെന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. കാന, സ്വാറ, അസ്ബഹ, അംസ, അൽഹ, ലല്ല, ബാത്ത, മാസാല, മാബരിയ, മാദാമ, മംഫക്ക, ലൈസ, ഇത്രയും കാര്യങ്ങളാണ് അതിൽ പെട്ടത്. അത് നമ്മൾ മനസ്സിലാക്കി വെച്ചിട്ട് അതിൻ്റെ മുന്നേ അല്ല, അത് ഏത് ഇസ്മിൻ്റെയും ഖബറിൻ്റെയും മുന്നേ വന്നാൽ അതിൻ്റെ ഇസ്മിനിക്ക് റഫും അതിൻ്റെ ഖബറിനിക്ക് നസ്ബും ചെയ്യുമെന്നുള്ളതാണ് മനസ്സിലാക്കാനുള്ളത്. ഇനി അടുത്ത വർക്കിലേക്ക് പോവുകയാണെങ്കിൽ അടുത്ത വർക്ക് നമുക്ക് എന്താ ഉള്ളത്? നൽബിത്തു ബിൽ അഷ്കാൽ എന്നുള്ളതാണ് കേട്ടോ. നമ്മളവിടെ എന്ത് ചെയ്യുക? ഇവിടെ ഹർക്കത്ത് ഇട്ട് കൊടുക്കാനാണ്. ഹർക്കത്ത് ഇട്ട് കൊടുക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഹർക്കത്തൊക്കെ ഇടാൻ നമുക്ക് കൃത്യമായിട്ടും മനസ്സിലാക്കിയിട്ടുണ്ടാവും നിങ്ങളല്ലേ. എന്താണ് ഇതിന് ഇങ്ങനെ വരുന്ന സമയത്ത് ഇതിന് കാന അല്ലേ, കാനിൽ വലതു. ഇവിടുത്തതാണ് നമുക്ക് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. ഇവിടെ വലതു എന്ന് തന്നെ വരണം. വലതു, ബാക്കി ഇവിടെ എന്ത് വരണം? എൻ എന്ന് വരണം. ബാക്കി എൻ എന്ന് വരണം കേട്ടോ. പിന്നെ അതിൻ്റെ കാനൊന്നും ഇല്ലാത്ത സമയത്ത് എങ്ങനെ ഉണ്ടാവുക? അൽ വലതു ബാക്കിൻ എന്നുണ്ടാവുക കേട്ടോ. ബാക്കിൻ. ഇവിടെ ഇതിൻ്റെ ബാക്കി ഇതിങ്ങനെ ഈ രൂപത്തിൽ പഠിച്ചാൽ മതി. എന്തുകൊണ്ടാണെന്നുള്ളത് നമുക്ക് നമ്മൾ വലിയ മുതിർന്ന ക്ലാസ്സിലേക്ക് എത്തുന്ന സമയത്ത് പഠിക്കും കേട്ടോ. പിന്നെ വേറുള്ളത് നമുക്ക് ആദ്യം ഇവിടെ പറയാം കേട്ടോ. ഇവിടെ അർറജുലു എന്നുണ്ട്. അർറജുലു ഖാരിഉൻ കേട്ടോ. ഖാരിഉൻ ഒരു ഇസ്മും അതിൻ്റെ ഖബറുമാണ്.
അപ്പോൾ അതിൻ്റെ നേരെ ഇവിടെ അസ്ബഹ വന്നാൽ അല്ലേ, ഇവിടെ ഒരു അസ്ബഹ വന്ന് കിടക്കണ കണ്ടില്ലേ, അസ്ബഹ വന്നാൽ എന്താ ഉണ്ടാവുക, ഹർക്കത്ത് എന്താവും, അസ്ബഹ അസ്ബഹൽ റജുലു കാരി അൻ എന്ന് വേണം കേട്ടോ, കാരി അൻ എന്നുണ്ടാവുക എന്നുള്ളതാണ് മനസ്സിലാക്കാനുള്ളത് കേട്ടോ. ശരിയായ രൂപം ഇവിടെ ഉണ്ട്, കാൻ വലുതു ബാക്കിയൻ അൽ വലുതു ബാക്കിയൻ അസ്ബഹ റജുലു കാരി അൻ റജുലു കാരി ഉൻ. പിന്നെ അടുത്ത എന്താ ഉണ്ടാവുക, അൽ ഉമ്മു അല്ലേ, അൽ ഉമ്മു, അൽ ഉമ്മു എന്താണ്, മുജിദ്ദത്തുൻ എന്നുണ്ടാവുക, മുജിദ്ദത്തുൻ എന്നുണ്ടാവുക. അപ്പോൾ അതിൻ്റെ നേരെ ലല്ല വന്നുണ്ടാവുക, ലല്ലത്തിൽ, ലല്ലത്തി എന്നുണ്ടാവും, ഉമ്മയായതുകൊണ്ട് ലല്ലത്തി എന്നുണ്ടാവുക, ലല്ലത്തിൽ ഉമ്മു മുജിദ്ദത്തുൻ അല്ല മുജിദ്ദ മുജിദ്ദ എന്തുണ്ടാവുക, തെൻ അല്ലേ, തെൻ എന്ന് വേണം, ലല്ല എന്നുകൊണ്ട് ഇവിടെ തെൻ വരണം അല്ലേ, ഇവിടെ റഫും ഇവിടെ ഇതിന് റഫും ഇതിന് നസ്ബും വരണം. അടുത്തത് എന്താണ്, അൽ അംറു അല്ലേ, അൽ അംറു സഹ്ലുൻ, സഹ്ലുൻ എന്നൊരു ഇസ്മും അതിൻ്റെ ഖബറുമാണ്. അതിലേക്ക് ലൈസ വന്നാൽ ലൈസ, ലൈസൽ അംറു, അംറു സഹില്ലൻ എന്ന് വരണം കേട്ടോ. അപ്പോൾ ആ ഒരു വ്യത്യാസം വരും എന്ന് മനസ്സിലാക്കുക, അതാണ് പ്രധാനപ്പെട്ടത്. പിന്നെന്ത് ചെയ്യുക, ഈ ഉദാഹരണങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. വല്ലത്തിൽ ഉമ്മു മുജിദ്ദത്തൻ അല്ലുമ്മു മുജിദ്ദത്തുൻ, അൽ അംറു സഹുലുൻ എന്നതിലേക്ക് ലൈസ വന്നാൽ ലൈസൽ അംറു സഹിലൻ എന്നാവും കേട്ടോ. ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. പിന്നെ അടുത്തെന്നുള്ളത് നുഅരിബ്, അറബിയാക്കാനുള്ളതാണ്. എന്താണ്, ചന്ദ്രൻ രാത്രിയിൽ പ്രകാശിക്കുന്നതായി മാറി, ചന്ദ്രൻ രാത്രിയിൽ പ്രകാശിക്കുന്നതായി മാറി. അപ്പോൾ രാത്രി എന്നല്ല നമ്മൾ നേരത്തെ എന്താ പറഞ്ഞിരുന്നത്, ബാത്ത എന്ന് പറഞ്ഞില്ലേ. ചന്ദ്രൻ എന്താ പറയുക, ഖമർ എന്ന് പറയും, പ്രകാശിക്കാന്നുള്ളതിന് മുദി എന്ന് പറയും. അപ്പം അങ്ങനെ മൂന്നും കൂടി യോജിപ്പിക്കുമ്പോൾ ബാത്തൽ ഖമറു മുദി എൻ എന്നുണ്ടാവുക, ബാത്തൽ ഖമറു മുദി എൻ. അപ്പോൾ ഇവിടെ ഖമറു എന്ന് വേണം, ഇവിടെ എൻ എന്ന് വേണം, ബാത്ത വന്നതുകൊണ്ട് കേട്ടോ. ഇനി അടുത്തത് മദ്യപാനി രോഗിയായിത്തീർന്നു, മദ്യപാനി രോഗിയായിത്തീർന്നു. മദ്യപാനിക്ക് എന്താ പറയുക, ഷാരിബുൽ ഖംർ എന്ന് പറയാം മദ്യപാനിക്ക് കേട്ടോ. രോഗി എന്നുള്ളതിന് മരി എന്ന് പറയും, ആയിത്തീർന്നുള്ളതിന് എന്ത് പറയും, സ്വാറ എന്ന് പറയും കേട്ടോ. അപ്പോൾ എന്താ കൂടെ കൂട്ടുമ്പം സ്വാറ ഷാരിബുൽ ഖംറി മരീലൻ എന്നുണ്ടാവും കേട്ടോ. അപ്പോൾ എന്ത് വേണം, നമ്മുടെ ഷാരിബു എന്ന് വേണം, അതിൻ്റെ ഖബറിൽ മരീലൻ എന്ന് വേണം കേട്ടോ. പിന്നെ അടുത്തതുള്ളത് പെൺകുട്ടി വൈകുന്നേരം എഴുതുന്നവളായി. ഇപ്പോൾ വൈകുന്നേരം ആവണേന് എന്താ പറയുക, അംസ അല്ലേ, അംസ എന്ന് പറയും. പെൺകുട്ടിക്ക് ബിന്ത് എന്ന് പറയും, എഴുതുന്നതിന് കാത്തിബ് എന്ന് പറയും അല്ലേ. അപ്പോൾ ഇത് ഒരുമിച്ച് വരുന്ന സമയത്ത് അംസ എന്നുള്ളതാണ് ആദ്യം വരിക. അപ്പോൾ പെൺകുട്ടി ആയതുകൊണ്ട് അംസത്തി എന്ന് വരും, അംസത്തിൽ ബിന്തു കാത്തിബത്തൻ കേട്ടോ. അപ്പോൾ ഇവിടെ ബിന്തു എന്ന് വേണം, ഇവിടെ കാത്തിബത്തൻ എന്ന് വേണം. അംസ എന്നുള്ള അംസത്തി ആകാൻ കാരണം ഇവിടെ ബിന്ത ആയതുകൊണ്ടാണ് കേട്ടോ. അപ്പം മുന്നസക്കാണ് സമയത്ത് മാറും എന്നുള്ളത് അറിയാമല്ലോ അല്ലേ. അപ്പം ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഇനി അടുത്ത ഉദാഹരണത്തിൽ എന്താണ് ചെയ്യാനുള്ളത്, അടുത്ത വർക്ക് നുദ്ഖിലു ഇന്ന വാഹവാത്തിഹ മക്കാന കാന വാഹവാത്തിഹ ഫിൽ ജുംലത്തിൽ ആത്തിയ. താഴെയുള്ളടത്ത് ഇന്ന വാഹവാത്തിനെ കൊടുത്തിട്ടുണ്ട്, മക്കാന കാനാവാഹ്വാത്ത്, കാനാഹ്വാത്താണ് അവിടെ കൊടുത്തിട്ടുള്ളത്. അവിടെ എന്ത് ചെയ്യണം, ഇന്നാഹ്വാത്തിനെ വെക്കണം. അപ്പോൾ അവിടെ ഇപ്പം എന്താ കൊടുത്തിട്ടുള്ളത്, ബാത്തൽ ഹരിമു സാഹിറൻ അംസ ഷംസു മുസ്ഫറ എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ബാത്ത എന്നുള്ളതും അംസ എന്നുള്ളതൊക്കെ ഇവിടുന്ന് ഒഴിവാക്കിയിട്ട് ഇവിടെ എന്ത് ചെയ്യണം, ഇന്ന എന്ന് വെക്കണം. ഇവിടെ ഇന്ന എഴുതണം, ഇവിടെ അന്ന എഴുതണം, ഇവിടെ ഇന്ന, ഇവിടെ അന്ന, ഇപ്പുറത്തേക്ക് അന്ന ആക്കണം, ഇവിടെ ലാക്കണം. അപ്പോൾ എന്താണ് അതിൽ മാറ്റം ഉണ്ടാവുക എന്നുള്ളതാണ്. അപ്പോൾ ഇത് നമ്മൾ ഈ പാഠത്തിൽ പഠിച്ചത്, കാനാഹ്വാത്ത് നമ്മൾ ഈ പാഠത്തിൽ പഠിച്ചതാണ്, ഇന്നാഹ്വാത്ത് കഴിഞ്ഞ പാഠത്തിൽ പഠിച്ചതാണ്. എന്താണ്, ഇന്ന അന്ന കാന്ന ലാക്കിന്ന ലൈത്ത ലാല്ല. അപ്പോൾ ഈ കാനാഹ്വാത്ത് ഇവിടെ നിന്ന് മാറ്റി ഇവിടെ ഇന്നാഹ്വാത്ത് വരുമ്പോൾ സമയത്ത് എന്താണ് മാറ്റം ഉണ്ടാവുക എന്നുള്ളതാണ് ചോദിക്കുന്നത്. എന്താ ഉണ്ടാവുക, ഇവിടെ ബാത്തൽ ഹരിമു എന്നുള്ളത് സാഹിറൻ എന്നുള്ളത്, അതിൻ്റെ മുന്നേ ഇന്ന വന്നാൽ എന്താവും, ഇന്നൽ ഹരിമ സാഹിറുൻ എന്നാവും. അപ്പോൾ ഇന്നൻ്റെ എന്താണ്, ഇസ്മിന് നസ്ബ ഉണ്ടാവുക അല്ലേ, ഇന്നൽ ഈ ഹരിമ സാഹിറുൻ എന്നാവും കേട്ടോ. അതുപോലെ തന്നെ ഇവിടെ എന്തുണ്ടാവും, ഷംസു എന്നുള്ളത് എന്താവും, ഷംസ എന്നാവും. ഇന്ന വരുമ്പോൾ അംസൽ ഷംസു എന്നാവുമ്പം ഇന്ന വരുമ്പോൾ ഷംസ എന്നാവും. മുസ്ഫറ എന്നുള്ളത് മുസ്ഫറുൻ എന്നാവും കേട്ടോ. ഇന്ന വരുമ്പം
ഇസ്മിന് നസ്ബും ഖബറിന് റഫും ഉണ്ടാവുക. അപ്പം ഇതിനെതിരെ ഈ കാനാഹ്വാത്തിൻ്റെ എതിരാണ് ഉണ്ടാവുക എന്ന് പറഞ്ഞില്ലേ, വല്ലയാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ വജുഹു എന്നുണ്ടായിരുന്നത് കാന വന്നപ്പം വജ്ഹ എന്നായി. ലല്ല ഇവിടെ ഉള്ളത് കൊണ്ട് ഇവിടെ മുസ്വദ്ദൻ എന്നുണ്ടായിരുന്നത് കാന വന്നപ്പം മുസ്വദ്ദുൻ എന്നായി. പിന്നെ ലൈസ ഇവിടെ ഉള്ളതില്ലേ, ഇവിടെ ലൈസയാണ് ഉള്ളത്. അപ്പോൾ സാരിഖു എന്നുണ്ടായിരുന്നത് ലഅല്ല വന്നപ്പം സാരിഖ എന്നായി. ലൈസ ആയതുകൊണ്ട് ഇവിടെ സ്വാദിഖൻ എന്നുണ്ടായിരുന്നത് ലഅല്ല ആയതുകൊണ്ട് സ്വാദിഖുൻ എന്നായി. അപ്പോൾ ഇവിടെ പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്താണ്, ഇന്ന വാഹ്വാത്തിൽപ്പെട്ടതാണ്. ഇവിടെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്താണ്, കാന വാഹ്വാത്തിൽപ്പെട്ട സാധനങ്ങളാണ് കേട്ടോ. അപ്പോൾ ഈ കാന വരുന്ന സമയത്തും ഇന്ന വരുന്ന സമയത്തുള്ള മുബ്തദയും അതിൻ്റെ ഇസ്മും മുബ്തദ ഖബർ അതിലേക്ക് വരുന്ന വ്യത്യാസങ്ങൾ മനസ്സിലാക്കി വെക്കുക. കൂട്ടത്തിൽ ഈ പറഞ്ഞതിൻ്റെ അർത്ഥങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇന്നൽ ഹരിമ സാഹിറുൻ, തീർച്ചയായും വൃദ്ധൻ ഉറക്കമൊഴിക്കുന്നവനാണ്. ഇന്ന ശംസ മുസ്ഫറുൻ, തീർച്ചയായിട്ടും സൂര്യൻ മഞ്ഞ നിറമാണ്. പിന്നെ അന്നൽ വജിഹ മുസ്വദ്ദുൻ, നിശ്ചയം മുഖം കറുത്തിരുണ്ട പോലെയാണ് കേട്ടോ, മുഖം കറുത്തിരുണ്ട പോലെയാണ്. ലഅല്ല സാരിഖ സ്വാദിഖുൻ, മോഷ്ടാവ് സത്യം പറഞ്ഞേക്കാം. മോഷ്ടാവ് കളവന്നെ പറയണമെന്നില്ല, ചിലപ്പോൾ സത്യവും പറഞ്ഞേക്കാം. ലഅല്ല എന്ന് പറഞ്ഞാൽ ആയേക്കാം എന്നുള്ളൊരു അർത്ഥമാണെന്നൊക്കെ പറഞ്ഞില്ല നമ്മൾ. അപ്പോൾ ആ ഉദാഹരണങ്ങളും അതിൽ വന്ന വ്യത്യാസങ്ങളും അവിടുത്തെ അർത്ഥങ്ങളൊക്കെ മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഇനി അടുത്തത് ഇതേപോലെ തന്നെയാണ് നുലാഹിദുൽ ഫർഖ, നമ്മൾ വ്യത്യാസം നിരീക്ഷിക്കാനുള്ള ഭാഗമാണ്. വ്യത്യാസം നിരീക്ഷിക്കുക എന്താണ് ഒന്ന് നമുക്ക് നോക്കുക. എന്താണ് അത്തിഫിലു മുബ്തസിമുൻ എന്നുള്ളത് ഒരു ഇസ്മും ഖബറുമാണ്, അല്ലെങ്കിൽ മുബ്തദയും ഖബറുമാണ്. അതിലേക്ക് ഇന്ന വരുന്ന സമയത്ത് എന്തുണ്ടാവുമെന്ന് നമ്മൾ പഠിച്ചു. ഇവിടെ തിഫിലു എന്നുള്ളത് ഇവിടെ തിഫില എന്നാവും. മുബ്തസിമു എന്നുള്ളത് മുബ്തസിമുൻ തന്നെ കാര്യം ഇന്ന തിഫില മുബ്തസിമുൻ എന്നുണ്ടാവും കേട്ടോ. ഇന്ന എന്താണ് നസ്ബ്, ഇന്നൻ്റെ ഇസ്മിന് നസ്ബും ഖബറിന് റഫുമാണ് ചെയ്യുക, അല്ല ഇസ്മിന് നസ്ബും ഖബറിന് റഫുമാണ് ചെയ്യുക. ഇനി അതിലേക്ക് കാന വരികയാണെങ്കിൽ എന്തുണ്ടാവുക, കാന വരുന്ന സമയത്ത് എന്ത് സംഭവിക്കും, അത്തിഫിലു എന്നുള്ളത് അത്തിഫിലു ആയിട്ട് തന്നെ നിലനിൽക്കും, കാരണം ഇന്നൻ്റെ ഇസ്മിന് റഫാണ്. മുബ്തസിമു എന്നുള്ളത് എന്താണ്, അല്ല ഇന്നൻ്റെ അല്ല കാനൻ്റെ ഇസ്മിന് റഫാണ്. മുബ്തസിമു എന്നുള്ളത് മുബ്തസിമൻ എന്നാവും, കാരണം കാനൻ്റെ ഖബറിന് നസ്ബാണ്. അതാണ് മനസ്സിലാക്കാനുള്ളത് കേട്ടോ. അടുത്ത ഉദാഹരണം വായിച്ചു നോക്കാം. അൽ അംറു ഷദീദുൻ, അൽ അംറു ഷദീദുൻ എന്നുണ്ടായിരുന്നത് അൽ അംറു ഷദീദുൻ എന്നതിലേക്ക് ഇന്ന കടക്കുകയാണെങ്കിൽ, ഇന്ന വരികയാണെങ്കിൽ എന്തുണ്ടാവും, അൽ അംറു എന്നുള്ളത് അൽ അംറ എന്നായി മാറും. അംറ. ഷദീദുൻ എന്നുള്ളത് ഷദീദുൻ എന്നായിട്ട് തന്നെ നിലനിൽക്കും. എന്തുകൊണ്ടാണെന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. അതുപോലെ അതിലേക്ക് കാനാഹ്വാത്തിൽപ്പെട്ട സ്വാറ വരികയാണെങ്കിൽ അംറു എന്നുള്ളത് എന്താവും, അമ്രുവായിട്ട് തന്നെ നിലനിൽക്കും. ഷദീദുൻ എന്നുള്ളത് എന്താണ്, ഷദീദൻ എന്നായിട്ട് മാറും കേട്ടോ. പിന്നെ അൽ ഔലാദു, അടുത്തത് അൽ ഔലാദു കസീറുൻ എന്നുള്ളത്, അൽ ഔലാദു കസീറുൻ. അത് അൽ ഔലാദു എന്നുള്ളതിലേക്ക് അൽ ഔലാദു കസീറുൻ ലാക്കിന്നൽ അംവാല ഖലീലുൻ, ലാക്കിന്ന വന്നു. ലാക്കിന്ന വന്നാൽ എന്താവും, അംവാല അല്ലേ, അംവാല എന്നുണ്ടാവും. ഖലീലുൻ എന്നാവും കേട്ടോ, ഖലീലുൻ. അൽ ഔലാദു കസീർ എന്നുള്ളത് ഇവിടെ ആവർത്തിക്കാത്തത് കൊണ്ട് നമുക്കത് പറയാനില്ല. ഏതായാലും ലാക്കിന്ന എന്ന് വരുന്ന സമയത്ത് ഇസ്മിന് എന്തുണ്ടാവും, നസ്ബും ഖബറിന് റഫ്വാൻ ഉണ്ടാവാമെന്ന് മനസ്സിലാക്കി വെക്കുക. പിന്നെ അതിലിനി അസ്ബഹ കാനാഹ്വാത്തിൽപ്പെട്ട കാര്യം വന്നാലോ, ഇവിടെ ഔലാദു എന്നുണ്ടായിരുന്നില്ലേ, ഇവിടെ നമുക്ക് ഔലാദു ഉണ്ടായിരുന്നത് ഇവിടെ ഔലാദു ആയിട്ട് തന്നെ നിലനിൽക്കും. കസീർ എന്നുള്ളത് കസീറൻ എന്നാവും കേട്ടോ. പിന്നെ അടുത്തത് എന്താണ്, അൽ ബൈത്തു ജദീദുൻ, അൽ ബൈത്തു ജദീദുൻ. അതിലേക്ക് ഇന്ന വാഹവാത്തിൽപ്പെട്ട ലഅല്ല കടന്നു വരികയാണെങ്കിൽ ഇന്നൽ ബൈത്ത എന്നാവും അല്ലേ. ബൈത്തു എന്നുണ്ടായിരുന്നത് ഇവിടെ ബൈത്ത എന്നായി. ജദീദ് എന്നുള്ളത് അതുപോലെ തന്നെ നിലനിൽക്കും, കാരണം ഇന്നൻ്റെ അതായത് ഇന്ന വാഹവാത്തിൻ്റെ ഖബറിന് റഫ് ആയതുകൊണ്ട് ജദീദുൻ എന്ന് തന്നെ നിലനിൽക്കും. ഇനി അതിലേക്ക് കാനാവാഹവാത്തിൽപ്പെട്ട ലൈസ വന്നാലോ, അൽ ബൈത്തു എന്നുള്ളത് ബൈത്തു എന്നുള്ളത് നിലനിൽക്കും. ജദീദുൻ എന്നുള്ളത് ജദീദൻ എന്നാവും അല്ലേ. അപ്പോൾ ഇതിൻ്റെയൊക്കെ കാരണങ്ങളൊക്കെ നമുക്ക് മനസ്സിലായിട്ടുണ്ടാവില്ലേ. കാരണങ്ങൾ മനസ്സിലാക്കാൻ സംശയങ്ങളും കാര്യങ്ങളൊന്നും ഇതിന് വകുപ്പില്ല. ഇനി എന്തുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കാം കേട്ടോ. അപ്പോൾ ഈ ഉദാഹരണങ്ങളൊക്കെ നമ്മൾ പഠിക്കുന്ന കൂട്ടത്തിൽ അതിൻ്റെ അർത്ഥം പഠിക്കുക. അത്തിഫുൽ മുബ്തസിമുൻ, കുട്ടി പുഞ്ചിരിക്കുന്നവനാണ്. ഇന്നത്തിഫില മുബ്തസിമുൻ, തീർച്ചയായും കുട്ടി പുഞ്ചിരിക്കുന്നവനാണ്. കാനത്തിഫുൽ മുബ്തസിമൻ, കുട്ടി പുഞ്ചിരിക്കുന്നവനായിരുന്നു.
പിന്നെ അൽ അംറു ഷദീദുൻ, പ്രശ്നം ഗുരുതരമാണ്. ഫഹിംതു അന്നൽ അംറ ഷദീദൻ, പ്രശ്നം ഗുരുതരമാണെന്ന് ഞാൻ അറിഞ്ഞു. സ്വാറൽ അംറു ഷദീദൻ, പ്രശ്നം ഗുരുതരമായി തീർന്നു. പിന്നെ അൽ ഔലാദു കസീറുൻ, കുട്ടികൾ കൂടുതലുണ്ട്. അൽ ഔലാദു കസീറുൻ ലാക്കിന്നൽ അംവാലു ഖലീലുൻ, കുട്ടികൾ കൂടുതലുണ്ടെങ്കിലും പണം കുറച്ചേ ഉള്ളൂ. അസ്ബഹ അൽ ഔലാദു കസീറൻ, കുട്ടികൾ കൂടുതൽ ആയി. അൽ ബൈത്തു ജദീദുൻ, വീട് പുതിയതാണ്. ലഅല്ലൽ ബൈത്ത ജദീദുൻ, വീട് പുതിയതായിരിക്കാം. ലൈസൽ ബൈത്തു ജദീദൻ, വീട് പുതിയതല്ല. അപ്പോൾ ഒരു കാര്യത്തിൽ ഇന്നാ വാഹവാത്ത് കടന്നാലും ഒരു മുബ്തദയും ഖബറും, മുബ്തദയും ഉണ്ട് അതിൻ്റെ ഖബറും ഉണ്ട്. അതിലേക്ക് ഇന്നാ വാഹവാത്ത് കടന്നാൽ എങ്ങനെയാണ് ഉണ്ടാവുക, കാനാ വാഹവാത്ത് കടന്നാൽ എങ്ങനെയാണ് ഉണ്ടാവുക എന്നുള്ളതാണ് ഈ പാഠത്തിലെ തദ്രീബാത്തിൻ്റെ ഭാഗത്ത് പ്രധാനമായിട്ട് പറഞ്ഞത്. അപ്പോൾ രണ്ട് വ്യത്യാസങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ഈ പാഠത്തിൽ പഠിക്കാനുണ്ടായിരുന്നത് കാനാ വാഹവാത്തുഹ എന്നുള്ളതാണ്. അത് എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവും, അതിൻ്റെ ഉദാഹരണങ്ങളും മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കട്ടോ. പിന്നെ ഇവിടെ അടിയിലൊരു കാര്യമുണ്ട്, ചില പരീക്ഷകളൊക്കെ ഇത് ചോദിക്കാറുള്ളത് കൊണ്ടാണ് പ്രത്യേകം പറയുന്നത് കേട്ടോ. മുസ്ഫറുൻ എന്നതിൻ്റെ അർത്ഥം എന്താ നമ്മൾ എഴുതി കൊടുത്തിട്ടുണ്ട്, മഞ്ഞ നിറമായി. ചില പരീക്ഷയ്ക്കൊക്കെ വാക്കർത്ഥങ്ങളും ചോദിക്കാറുണ്ട്, അപ്പോൾ അതും കൂട്ടത്തിൽ പഠിച്ചു വെക്കുക. ഇത് മാത്രമല്ല, ഇതുപോലെ പാഠത്തിൻ്റെ അവസാനത്തിൽ ഈ രൂപത്തിൽ കൊടുത്ത ഏതൊക്കെ വാക്കുകളുണ്ടോ അതിൻ്റെയൊക്കെ അർത്ഥം നിങ്ങൾ എന്ത് ചെയ്യണം, പഠിച്ചു വെക്കണം കേട്ടോ. ഈ രൂപത്തിലാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പരീക്ഷയ്ക്ക് പ്രധാനമായിട്ടും ചോദിക്കാറുള്ളത് ഇതുപോലെ ഉദാഹരണങ്ങളിൽ നിന്നാണ് ചോദ്യങ്ങൾ വരാറുള്ളത്. പാഠഭാഗത്ത് നമ്മൾ ആദ്യം പറഞ്ഞ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിൻ്റെ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, ആ ഭാഗത്തു നിന്നൊക്കെ വരുന്നതിനാട്ടിലും അധികം ചോദ്യങ്ങൾ വരാറുള്ളത് ഇതുപോലത്തെ ഉദാഹരണങ്ങളുടെ ഭാഗത്തു നിന്നാണ്. അപ്പോൾ അത് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കുക. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് എന്ത് ചെയ്യുക, ഈ പാഠത്തുനിന്ന് കഴിഞ്ഞ വർഷങ്ങളിൽ എന്തൊക്കെ ചോദ്യങ്ങൾ വന്നു എന്നുള്ളത് ചർച്ച ചെയ്യാം കേട്ടോ.